ഒരു ഷോക്ക് ഉണ്ടായ ചെറിയച്ഛൻ എഴുന്നേറ്റ് നടക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഇന്നലെ നൈറ്റ് അച്ഛൻ അമ്മയോട് പറഞ്ഞില്ലേ? അത് കേട്ടപ്പോ അങ്ങനെ ചെയ്തതാ അച്ഛാ. എനിക്ക് വേണ്ടി നിങ്ങളെല്ലാം ബുദ്ധിമുട്ടുന്നത് എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റില്ല. വല്ലാത്ത സങ്കടമുണ്ട്. നിനക്ക് വേണ്ടി ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു കഷ്ടമല്ലടാ. നിനക്ക് വന്നുപോയ ഒരു കഷ്ടപ്പാട് അത് ഞങ്ങളെല്ലാം തുല്യമായിട്ട് പങ്കിടുന്നു, അത്രേ ഉള്ളൂ. നീ ഞങ്ങൾക്ക് ആർക്കും ഒരു ഭാരമല്ലാക്കിൽ വസു പറഞ്ഞതുപോലെ ഇത് ഞങ്ങളുടെ കടമയാ. ഞാൻ ചെറിയ കുട്ടിയായിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കൊരു ഭാരം ആവുമായിരുന്നില്ല. എനിക്ക് വേണ്ടി ചെറിയ കുട്ടി പോലെ റിസ്ക് എടുക്കുക, അതെനിക്ക് വിഷമമുണ്ടാക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നീ ഇപ്പോഴും ചെറിയ കുട്ടിയാണെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ണി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നീ. നമ്മളെല്ലാവരും ഒരു കുടുംബമാണെങ്കിൽ സുഖവും ദുഃഖവും നമ്മളെല്ലാവരും ഒരുമിച്ച് പങ്കിടണം. എന്ത് നടന്നാലും ശരി, നമ്മുടെ കുടുംബം വേർപിരിയാൻ പാടില്ല. ആരും ഇവിടെ ഒറ്റപ്പെടാൻ പാടില്ല. ഇതെന്റെ ആഗ്രഹം. നിന്റെ ചേട്ടന്റെ ലക്ഷ്യവും അതാ. നീ പെട്ടെന്ന് തന്നെ എണീറ്റ് നടക്കൂടാ. ആ വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. നീയും അതേ വാശിയോടെ ഇരിക്കണമെങ്കിൽ ഞങ്ങൾ എല്ലാവരും നിന്നെ സഹായിക്കാനുണ്ടാവും. സോറി ചെറിയച്ഛ, ഞാൻ കാരണമല്ലേ ചെറിയച്ഛൻ വിഷമിക്കുന്നേ. സോറി എന്തിനാ മോനെ, ഞാനാ നിന്നോട് വലിയൊരു താങ്ക്സ് പറയേണ്ടത്. ചെറിയമ്മേ വാ. ചെറിയമ്മേ, അച്ഛ നിങ്ങൾ എല്ലാവരും വാ. സുന്ദര, എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ജയിലിലാക്കി, ജയിലിൽ തന്നെ ആഹാരം കഴിപ്പിച്ച് നിങ്ങൾ സന്തോഷമായിരിക്കാൻ നോക്കുന്നു. ഞാനിത് അനുവദിക്കില്ല. നിങ്ങളുടെ ഫാമിലി ഒരിക്കലും സന്തോഷമായിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അബിയെയും വസുവിനെയും ഞാൻ കൊല്ലും. ഈ ഫാമിലി മൊത്തം ഞാൻ നശിപ്പിക്കും. ഈ വീട് ഞാൻ ശ്മശാനമാക്കി മാറ്റും. അപ്പോഴേ എന്റെ പക തീരൂ. കറക്റ്റ് സമയത്ത് ഞാൻ പുറത്തു പോയതുകൊണ്ട് ഉണ്ണിയുടെ ജീവൻ എനിക്ക് രക്ഷിക്കാൻ പറ്റി. അല്ലായിരുന്നെങ്കിൽ ഒരു വലിയ ആപത്ത് തന്നെ സംഭവിക്കുമായിരുന്നു. ഇനി ഉണ്ണിയുടെ കാര്യത്തിൽ ഞാൻ ഒരുപാട് ശ്രദ്ധ പുലർത്തണം. അവന്റെ മുന്നിൽ വെച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യവും പറയാൻ പാടില്ല. വസു ഒറ്റയ്ക്കാണല്ലോ പുറത്തു നിൽക്കുന്നത്. മറ്റുള്ളവരെല്ലാം വീട്ടിനകത്ത്. വസുവിനെ കൊല്ലാൻ ഇതാണ് പറ്റിയ സമയം.
വസുന്ധര ദാ വരുന്നു ഏട്ടാ. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാ? അതെ മേഡം, എന്ത് ചെയ്യായിരുന്നെന്നാ ചോദിച്ചേ? ഇത് താഴെ വീണു, എടുത്തു തരാമെന്നതാ. ശരി, ജോലി നോക്കിക്കോ. ആ, വസുന്ധര ആ ദാ വരുന്നു. എന്ത് ഏട്ടാ? നാളെ ന്യൂ ഇയർ അല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും പുതിയ ഡ്രസ്സ് വാങ്ങിയിട്ടാ വന്ന്. ഇത് തനിക്ക്. നല്ല ചാൻസ് നഷ്ടപ്പെട്ടു. ഈ അബി എന്തിനാ ബസുവിനെ ഇപ്പൊ വിളിച്ചത്? ഇത്രയും നേരം ഏട്ടൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഷോപ്പിങ്ങിന് എപ്പോഴാ പോയത്? അത് ഇപ്പൊ അബി എന്നോട് ചോദിക്കാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല കാര്യങ്ങളല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. ആവശ്യമില്ലാതെ അബിയുടെ വസുവിന്റെ ഇടയിൽ വഴക്കുണ്ടാക്കാതെ. ഞങ്ങള് വഴക്കുണ്ടാക്കിച്ചെന്ന് പറഞ്ഞ് ഇവര് പിരിയുന്നു തോന്നുന്നുണ്ടോ? ഇരുമ്പും മാഗ്നറ്റും പോലെ എപ്പോഴും ഒട്ടിയല്ലേ നടക്കുന്നത്. ഏട്ടനും എടുത്തി എപ്പോഴും ഒരുമിച്ച് നടക്കുന്നതുകൊണ്ട് മാത്രമാ ഈ കുടുംബം ഇപ്പോഴും ഇങ്ങനെയൊക്കെ പോകുന്നത്. ഈ വർഷം മുഴുവൻ നമ്മൾ കഷ്ടപ്പെട്ടു. ഭാഗ്യം കൊണ്ട് നമ്മുടെ എല്ലാ പ്രോപ്പർട്ടീസും തിരിച്ചു കിട്ടി. ഈ വരുന്ന വർഷം നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. ന്യൂ ഇയർ നമ്മൾ ഗ്രാൻഡായിട്ട് ആഘോഷിക്കാൻ പോകുന്നു. അത് ശരിയാ. അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം മറന്ന് പുതിയൊരു വർഷത്തെ നമുക്ക് സ്വാഗതം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ന്യൂ ഇയർ നന്നായിട്ട് ആഘോഷിക്കണം. ഞാൻ വീട് മുഴുവൻ ഫ്ലവേഴ്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാ അമ്മേ. ഞാൻ ബലൂൺസും കിട്ടും, അതുപോലെ ഫ്ലവേഴ്സും കിട്ടും. നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല, നമ്മളെല്ലാവരും ഒരുമിച്ചാ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. വീൽ ചെയറിൽ ഇരിക്കുന്ന നീ എന്ത് ജോലി ചെയ്യാനാ? എളമ്മേ, എന്താ ഈ സംസാരിക്കുന്നേ? ഞാൻ കാര്യല്ലേ പറഞ്ഞത്. ഇനി ഒരു വട്ടം കൂടി ഇങ്ങനെയൊന്നും സംസാരിക്കരുത് ഇളയമ്മേ. അഖില് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നടക്കുകയുള്ളേ. വെറുതെ ആവശ്യമില്ലാതെ അഖിലിനെ ഡീമോട്ടിവേറ്റ് ചെയ്യരുത് പ്ലീസ്. ഇളയമ്മ നല്ലത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അനാവശ്യ കാര്യം എടുത്തിടല്ലേ. അവര് പറഞ്ഞതൊന്നും കാര്യാക്കണ്ടാകിൽ നീ സന്തോഷായിട്ടിരിക്കും. എനിക്കൊരു കുഴപ്പമില്ല എടുത്തി. നിങ്ങളെല്ലാവരും ഉള്ളപ്പോൾ ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത്? എന്താ കാർത്തികൻ നീ മിണ്ടാതിരിക്കുന്നേ? ഇളയമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ? ഇല്ല ഏട്ടത്തി, അഖിൽ എപ്പോഴാ എഴുന്നേറ്റ് നടക്കുക കാത്തിരിക്കയാ. ആ ദിവസം ഉടൻ തന്നെ വരും. നീ മാത്രമല്ല, ഞങ്ങളും ആ നല്ലൊരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക. നാളെ പുതിയ വർഷം, നമുക്ക് എല്ലാവർക്കും നല്ലത് സംഭവിക്കൂ. നീ ഹാപ്പി ആയിട്ടിരിക്കണം കാർത്തിക. എല്ലാവരും ചേർന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ പോവുകയാണല്ലേ. എങ്ങനെയെന്ന് നമുക്ക് കാണാം. അമ്മേ, എത്രയും വേഗം ഡെക്കറേഷൻസ് തുടങ്ങിയാലോ? ഡെക്കറേഷൻ ചെയ്യണമെങ്കിൽ ബലൂൺസും ഫ്ലവേഴ്സും ഒക്കെ വേണമല്ലോ ചേട്ടാ. ഓക്കെ, ഞാൻ പോയി വാങ്ങിട്ട് വരാം. എനിക്ക് മാർക്കറ്റിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. ആ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഡെക്കറേഷനുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരാം. എങ്കിൽ ഞാനും കൂടെ വരാം അമ്മേ. നിനക്ക് ഒരുപാട് ക്ഷീണമുണ്ട്, നീ വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്ക്. ചേച്ചി, ഇന്ന് വൈകിട്ട് എന്ത് വേണോ ആ ഭക്ഷണം എല്ലാം റെഡിയാക്കിക്കോ. ഭാസ്കരേട്ടാ, ഇന്ന് ചേച്ചിയെ സഹായിക്കേണ്ടത് ഭാസ്കരേട്ടന്റെ ജോലിയാ. ഉറപ്പായിട്ടും ചെയ്യാമോളെ. ഈ ഒരു പുതുവർഷം ഭാര്യയെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു വർഷമായിട്ട് ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. ഏട്ടന്റെ അനിയന്മാര് എത്രയോ നേരത്തെ അതൊക്കെ ആരംഭിച്ചു. ഏട്ടനാ ഇത്രയും ലേറ്റ് ആക്കിയത്. അങ്ങനൊന്നും ഇല്ല എടുത്തി. ഏട്ടൻ എന്നെക്കാൾ എല്ലാ കാര്യത്തിനും വളരെ മുന്നിലാ. ഈ വിഷയത്തിൽ അഖിലാണ് ഫസ്റ്റ് അഭിയേട്ടാ. അഖിൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ നീ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നു, അങ്ങനെയല്ലേ? എല്ലാ ജോഡികളും തമ്മ സഹായിച്ച് സന്തോഷിച്ച് നടക്കുക. ഞാൻ മാത്രം ഇവിടെ ഒറ്റത്തടിയായിട്ട് നിൽക്കുന്നു. രാജരടുത്ത് ചെന്ന് ന്യൂ ഇയറിനെ പറ്റി സംസാരിക്കണം.
വന്ന ദിവസം തന്നെ കൊല്ലാമെന്ന് വിചാരിച്ചതാ, പക്ഷെ അതിന് കഴിഞ്ഞില്ല. അതിനുശേഷം കോഫിയിൽ വിഷം ചേർത്ത് കൊടുത്തു, അതും ഫെയിലായി. ഇന്നലെ ആക്സിഡന്റ് ആക്കി കൊല്ലാമെന്ന് വിചാരിച്ചു, അതും മിസ്സായി. എങ്ങനെ കൊല്ലും ഇവരെ? ഇന്ന് ന്യൂ ഇയർ സെലിബ്രേഷൻ കൊണ്ടാടുമ്പോൾ കുടുംബം മുഴുവൻ സന്തോഷത്തിലായിരിക്കും. ആ സമയത്ത് അബിയെയും വസുവിനെയും കൊല്ലണം. രാജ, നിങ്ങൾ എന്താ ചെയ്യുന്നെന്ന് നിങ്ങൾക്കിനി അറിയാമോ? എന്താ ഇത്? ഞാൻ മനസ്സിൽ വിചാരിച്ചതൊക്കെ ഇവർ മനസ്സിലാക്കിയിരിക്കുന്നല്ലോ. നിങ്ങൾ മനസ്സിൽ എന്താ ആലോചിക്കുന്നതെന്ന് എനിക്കറിയാം. എന്റെ മനസ്സിൽ ഞാൻ വിചാരിക്കുന്നത് ഇവർക്കെങ്ങനെ അറിയാൻ പറ്റും? എനിക്കെല്ലാം അറിയാം. എനിക്കറിയാന്നുള്ളത് നിങ്ങൾക്കും അറിയാം, നിങ്ങൾക്കറിയാന്നുള്ളത് എനിക്കും അറിയാം. എന്തറിയാം നിങ്ങൾക്ക്? നിങ്ങളുടെ മനസ്സ് എനിക്കറിയാം രാജ, എന്റെ മനസ്സ് നിങ്ങൾക്കും അറിയാം. നമ്മള് പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കിയവരല്ലേ? പ്രണയത്തിലിരിക്കുമ്പോ നമ്മള് പരസ്പരം എല്ലാം അറിയില്ലേ? ഇവളുടെ പ്രണയം ആദ്യം കത്തിച്ചു കളയണം. ഇവളുടെ പ്രണയം കാരണം എന്റെ പദ്ധതി പൊളിയോ? നമ്മള് പരസ്പരം മീറ്റ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ 1 വർഷമായി രാജ. നമ്മുടെ പ്രണയം മുട്ടിൽ നിന്ന് പൂവായി വിരിഞ്ഞ് ഒരു പൂന്തോട്ടായി മാറിയിരിക്കുക. പുതിയ വർഷം തുടങ്ങാൻ പോവാ രാജ. നാളെ എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്താ പറയേണ്ടതെന്നറിയോ? എങ്ങനെ പറയണം? ഹാപ്പി ലവ് ഇയർ എന്നാണ് പറയേണ്ടത്. കേക്കട്ടെ, ഒരു തവണ പറഞ്ഞേ. നാളെ പറയാന്നേ. ഇപ്പൊ പറയണം. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ അല്ല രാജ, ഹാപ്പി ലവ് ഇയർ. അത് തന്നെയാ പറഞ്ഞത്. അങ്ങനെയൊന്നല്ല, ഞാൻ പറയുന്ന പോലെ പറ. ഹാപ്പി ലവ് ഇയർ. ഈ കയ്യില് കൈവച്ച് പറ രാജ, വേഗം പറ രാജ. അയ്യോ, എന്താ രാജ, കൈ മുഴുവൻ നീരാണല്ലോ. ജോലി ചെയ്ത് ചെയ്ത് കയ്യൊ ഭഗവാനെ, ഇത് രാക്ഷസ പ്രേമമാണല്ലോ. എന്റെ രാജയുടെ കഷ്ടപ്പാടുകളെല്ലാം വേഗം തീരും. കാർത്തികയ്ക്ക് ഡിവോഴ്സ് കിട്ടിയ ഉടനെ നമുക്ക് വേഗം കല്യാണം കഴിക്കാട്ടോ. കല്യാണത്തിന് ശേഷം നിങ്ങൾ ഒരു ജോലിയും ചെയ്യണ്ട. ഓക്കെ അല്ലേ രാജ? അത്രയും കാലമൊന്നും ഞാൻ വെയിറ്റ് ചെയ്യില്ല. ഇന്ന് തന്നെ അവരുടെ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കെങ്ങനെയുണ്ട്? ഒരുപാട് സന്തോഷമുണ്ട് മാഡം. എല്ലാം മാഡത്തിന്റെ ഹെൽപ്പ് കൊണ്ടല്ലേ. അതിന് ഞാനെന്താ ചെയ്തത്? അന്ന് കാർത്തികയുടെ അമ്മ വിവാഹമോചനം ഉറപ്പായിട്ടും കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോ മാഡം പൊളിറ്റിക്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് മനസാക്ഷിയോടുകൂടി ഞങ്ങൾക്ക് അനുകൂലമായി വിധി പറഞ്ഞു. കാർത്തികയുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് 1 മാസം സമയം തന്ന് വലിയൊരു സഹായം ചെയ്തിരിക്കുന്നത്. മാഡത്തിന്റെ സഹായം കൊണ്ട് കാർത്തിക ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അവൾക്കിപ്പോ നല്ല മാറ്റമുണ്ട്. സത്യമാണോ? അതെ മാഡം. അഖിലിനെ ഇപ്പൊ നന്നായിട്ട് നോക്കുന്നുണ്ട് അവള്. അഖിലിന് വേണ്ടതൊക്കെ അവള് ചെയ്തു കൊടുക്കുന്നുണ്ട്. വീട്ടിലെ ജോലികളൊക്കെ അവള് നന്നായി നോക്കുന്നുമുണ്ട്.
കല്യാണത്തിന് മുൻപുണ്ടായ അവളുടെ പ്രണയം ഇപ്പൊ തിരിച്ചു വന്നിരിക്കുക. ഉറപ്പായിട്ടും അവനുമായി സന്തോഷത്തോടെ ജീവിക്കും. ഡിവോഴ്സ് വേണ്ടെന്ന് തന്നെ പറയും. റിയലി താങ്ക് യു സോ മച്ച്. അതൊരു ചെറിയ സഹായമാണ് വസു. ഇതിനിത്രയും താങ്ക്സ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങളെ സംബന്ധിച്ച് അതൊരു ചെറിയ സഹായമായിരിക്കാം, പക്ഷെ ഞങ്ങൾക്കതൊരു വലിയ സഹായമായിരുന്നു മാഡം. ഒരു കുടുംബത്തെ മുഴുവനായും രക്ഷിച്ചു. അവരൊരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. ഒരു നിയമവും മനുഷ്യരെ പിരിക്കാനുള്ളതല്ല. ഏത് നിയമമാണെങ്കിലും ഭരണഘടനയാണെങ്കിലും മനുഷ്യർ ഒന്നിച്ചു കഴിയണമെന്നാണ് പറയുന്നത്. അന്ന് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഞാൻ 1 മാസത്തെ കാലാവധി അനുവദിച്ചത്. ഇത് നിയമവിരുദ്ധമാണെങ്കിലും നിങ്ങളുടെ കുടുംബം ഒന്നാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത്രയുള്ളൂ. മൊത്തത്തിൽ നിങ്ങളുടെ പരിശ്രമത്തിന് ഫലം കണ്ടെത്താൻ പോകുന്നു. അതെ മാഡം. 1 മാസം കഴിഞ്ഞതിന് ശേഷം അഖിലും കാർത്തികയും വന്ന് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുക, ഡിവോഴ്സ് വേണ്ടെന്ന് പറയാൻ പോവുക. കേട്ടതിൽ വളരെ സന്തോഷം. അതിരിക്കട്ടെ, അഖിലിന് ഇംപ്രൂവ്മെന്റ് ഉണ്ടോ? നടക്കാൻ തുടങ്ങിയോ? ഇതുവരെ ഇല്ല മാഡം, പക്ഷെ ഉറപ്പായിട്ടും വേഗം നടക്കും. അഖിലിന് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കൂ. അഖിൽ എത്രയും പെട്ടെന്ന് എണീറ്റ് നടക്കുന്നു അത്രയും നല്ലത്. കാർത്തികയ്ക്കും അത് വളരെ സന്തോഷമാകുമല്ലോ. ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു മാഡം. അല്ല, നിങ്ങളെന്താ നടന്നു പോകുന്നത്? വരൂ, എന്റെ കാറിൽ ഡ്രോപ്പ് ചെയ്യാം. ഇല്ല മാഡം, എന്റെ കാർ ഇവിടെ തന്നെ ഉണ്ട്. എനിക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ശരി വസു, നമുക്ക് വീണ്ടും കാണാം. ബൈ മാഡം. ബൈ. അങ്ങനെയാണെങ്കിൽ വസു, ജഡ്ജിയെ പറഞ്ഞ് കൺവീൻസ് ചെയ്ത് വേണമെന്ന് വെച്ചാണോ ഞങ്ങളോട് സമയം ചോദിച്ചിരിക്കുന്നത്? കാർത്തികയെ എങ്ങനെയെങ്കിലും അഖിലിനോട് അടുപ്പിച്ച് അവന് കാലിന് സ്വാധീനമില്ലെങ്കിലും അവനോടൊപ്പം തന്നെ കാർത്തിക ജീവിക്കുന്ന വിധത്തിലാക്കി ഡിവോഴ്സ് നടക്കുന്നതിൽ നിന്നും തടഞ്ഞ് ജീവനാംശം തരുന്നത് ഇല്ലാതാക്കുകയാണല്ലേ? ഇവളുടെ സ്വപ്നം ഞാൻ നടക്കാൻ അനുവദിക്കില്ല. സ്വത്ത് 4 ഭാഗത്താകാതിരിക്കാൻ ബസ് വലിയ പ്ലാനാ ചെയ്തിരിക്കുന്നത്. അവളെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കണ്ടോ? നോ, എന്നെ കൊണ്ട് പറ്റില്ല. അയ്യോ, ഞങ്ങളോ? വന്ന് ഡാൻസ് കളിക്ക്. ഓമനിച്ചുമ്മ വെക്കുന്നൊരിഷ്ട നോവാണ് പ്രണയം.